ഒരാളിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എത്തുമ്പോൾ ആ ആൾക്ക് തന്നെ ഒരാളിനെ കൂടെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ കൂടിയോ അതിലേക്ക് എന്ത് ചെയ്യാം, അഡ്മിറ്റ് ചെയ്യാം. അങ്ങനെ ഉണ്ടായതാണ് ഏതെന്ന് പറയുന്നത്, പാർട്ണർഷിപ്പ് ഫേംസ് എന്ന് പറയുന്നത്. അപ്പൊ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അസോസിയേഷൻ ഓഫ് 2 or more പേഴ്സൺസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പാർട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പാർട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അതിലധികമോ വ്യക്തികൾ ചേർന്നുകൊണ്ട് നടത്തുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പാർട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഇത് എപ്പോഴുണ്ടായ സാഹചര്യമാണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയെ കൊണ്ട് അയാളുടെ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, മറ്റു വ്യക്തികളെ കൂടെ അതിലേക്ക് എന്ത് ചെയ്യാം, പങ്കാളിത്തം കൊടുക്കാം. അങ്ങനെയാണ് പങ്കാളിത്ത ബിസിനസ്സായ പാർട്ണർഷിപ്പ് ഫേമുകൾ ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫേം എന്ന് പറഞ്ഞാൽ ദ അസോസിയേഷൻ ഓഫ് 2 or more പേഴ്സൺസ് ആണ്. 2 അതിലധികമോ വ്യക്തികളുടെ ഒരു അസോസിയേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പാർട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഈ പാർട്ണർഷിപ്പിന് ഒരു ആക്ട് ഉണ്ട്, പാർട്ണർഷിപ്പ് ആക്ട് 1932. 1932 ഈ പാർട്ണർഷിപ്പിന് വേണ്ടി ഒരു നിയമം നമ്മുടെ രാജ്യത്ത് വന്നത്. ഈ പാർട്ണർഷിപ്പ് ആക്ട് 1932 ആക്ടിലെ സെക്ഷൻ 4 എന്തിനെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ പാർട്ണർഷിപ്പിലുള്ള പാർട്ണേഴ്സ് അവർക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം, അവർക്ക് ലാഭം എങ്ങനെ ഷെയർ ചെയ്യണം, ക്യാപിറ്റൽ എങ്ങനെ കൊണ്ടുവരണം, നഷ്ടമാണെങ്കിൽ എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളെല്ലാം ഏതിൽ പറഞ്ഞിട്ടുണ്ട്, പാർട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ണേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്.